ഹലോ, ഇന്ന് ഞാൻ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് മഴക്കാലത്ത് എങ്ങനെ പരിചരിക്കാം, അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെ പഴുപ്പിച്ചെടുക്കാം, അതായത് കേടുകൂടാതെ ചക്ക പഴുപ്പിച്ചെടുക്കുന്ന രീതി, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല സമ്മറിൽ പ്ലാവിന് ചൂടടിക്കാതിരിക്കാൻ നമ്മൾ പ്ലാവിൻ്റെ കടയ്ക്ക് നല്ലോണം പൊതയിട്ട് കൊടുത്ത് വളങ്ങൾ ലിക്വിഡായിട്ടും പിന്നെ വെള്ളവും നല്ലോണം നനച്ചിരുന്നു. അത് ഈ പൊതയിട്ട് കൊടുത്തത് മുഴുവൻ ഈ മഴക്കാലം വരുമ്പോൾ എടുത്തു മാറ്റണം. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഫംഗസും അത് ചീഞ്ഞ് ആ പൊതയിട്ട് കൊടുത്തേക്കണ ഉണങ്ങിയല്ല അതിലൊക്കെ വല്ല ചീച്ചിലോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലാവിൻ്റെ വേരിനെ ബാധിക്കാൻ ഇടവരും. അതുകൊണ്ട് ആ ഭാഗമൊക്കെ എടുത്ത് നീക്കി, ആ സാധനങ്ങളൊക്കെ എടുത്ത് നീക്കി കട നല്ല ക്ലീനാക്കി ഇടണം. എന്നിട്ട് പ്ലാവിൻ്റെ കടയ്ക്ക് കൊള്ളാതെ കുറച്ച് അകത്തി കുറച്ച് കുമ്മായവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും വെതറി കൊടുക്കുന്നത് അതിലുള്ള വല്ല പുഴുക്കളോ ഫംഗസോ ഉണ്ടെങ്കിൽ അത് പോവാൻ ഉപകരിക്കും. പിന്നെ ഫ്രൂട്ട് സംരക്ഷിച്ചെടുക്കുന്ന ഒരു രീതിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ്റെ ചക്കയിലെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഉള്ള പ്ലാവിൻ്റെ ഉള്ളിൽ ചക്കയുടെ ഉള്ളിൽ വെള്ളം കയറി അത് കേടാവാറുണ്ട്. അതായത് അതിൻ്റെ ഞെട്ടിയിലവിടെ ഒരു കുഴി പോലെയുണ്ട്. ആ കുഴിയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഞാൻ അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു കോലുണ്ട്, അതായത് ഒരു വടി കഷ്ണം കൊണ്ട് അതൊന്ന് ഇളക്കി, ആ വെള്ളം ഒന്ന് ഇളക്കി കാണിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ, ആ ഞെട്ടിയുടെ കുഴിയുടെ അവിടെ വെള്ളം കെട്ടി നിന്നാൽ അതിൽ ഫംഗസ് വരാനും പിന്നെ ആ വെള്ളം ചക്കയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചക്ക കേടുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട് ഉണ്ടായി, അതായത് ചക്ക ഉണ്ടായി ഇടിയൻ ചക്ക പൊട്ടിക്കുന്ന സമയമാണെങ്കിൽ കുഴപ്പമില്ല. മൂത്ത് പഴുപ്പിക്കാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ മഴയുണ്ടെങ്കിൽ അതിനെ കവർ ഇട്ട് കൊടുത്ത് സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കും. ആ വെള്ളം ചക്കയുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചക്കക്കുരു മുളയ്ക്കും. പിന്നെ ചക്കയുടെ ഉള്ളിലൊക്കെ ഒരു കറുത്ത കുത്തു വരും. ചക്ക ചുളയ്ക്ക് ഒരു കനപ്പ് രസം ഉണ്ടായിരിക്കും. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചക്ക വെട്ടിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. നല്ലോണം മൂത്ത് പാകമായ ചക്കയാണ്. പക്ഷേ ആ ചക്കയുടെ പുറം വശത്ത്, അതായത് ചക്കയുടെ പുറം ഭാഗത്തായിട്ട് ഒരു കറുത്ത വട്ടത്തിൽ ഒരു ചീച്ചിൽ കാണാം. അത് ഇങ്ങനെ വെള്ളം ചക്കയുടെ ഉള്ളിലോട്ട് കയറി ഉള്ള് കറുത്ത നിറമായിട്ട് പുറത്തേക്കെടുക്കുന്ന, ചീച്ചിൽ വരുമ്പോൾ പുറത്തേക്കെടുക്കുന്ന ഒരു കളറാണ് ആ കറുത്ത നിറം. അതുകൊണ്ട് ചക്ക വെള്ളം കയറാതെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഉപ്പേരിച്ചക്കയോ ഇടിയൻ ചക്കയോ അങ്ങനെ കറി വയ്ക്കാൻ പാകത്തിന് ചക്ക വെട്ടിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. മഴക്കാലത്ത് ഏറ്റവും നല്ലത് ചക്ക അങ്ങനെ ഉപയോഗിച്ച് തീർക്കാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാനും മറക്കരുത്. പിന്നെ മഴക്കാലത്ത് പ്ലാവിൻ്റെ ഇലകളൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞ് പ്ലാവ് വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം. കാരണം മഴ പെയ്യുമ്പോൾ ഈ ഇലകളിലേക്കൊക്കെ വെള്ളം വരുമ്പോൾ ഭയങ്കര വെയിറ്റായിട്ട് വരുമ്പോൾ പ്ലാവ് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വല്ലാണ്ട് ഉയരത്തിലുള്ള കമ്പുകളും ഒക്കെ ആണെങ്കിൽ ഒന്ന് വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മഴക്കാലത്ത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിനെ പഴകിയ ആട്ടിൻ കാഷ്ടം, അതുപോലെ തന്നെ പഴകിയ കോഴിക്കാഷ്ടം അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല വളമായിരിക്കും. ഇപ്പം ഈ കാണിക്കുന്ന ചക്ക വെട്ടിയത് കണ്ടാലറിയാം ഉള്ളിൽ ചെറിയ ചീച്ചിലും അതുപോലെ കറുത്ത കുത്തുകളൊക്കെ. ഇത് വെള്ളം കയറുമ്പോൾ വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഇനി കാണാം.